താങ്ക് യു സോ മച്ച്. നമ്മൾ സ്വയം നന്നായിട്ട് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെക്കുവാനോ നീട്ടിവെക്കുവാനോ നമുക്ക് തോന്നില്ല. നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലേ കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാനും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പം അങ്ങനെയുള്ള ലേറ്റർ ചെയ്യാൻ പിന്നെ ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു തോട്ട് വരുന്നതിനെല്ലാം ഒരു പരിഹാരം സെൽഫ് ലവ് ആണ്. അതുപോലെ തന്നെ ഇന്നർ ഹീലിംഗും ആണ്. നമ്മുടെ ഉള്ളിലെ മുറിവുകളൊക്കെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഉള്ളില് നമുക്ക് ഒരു ബേക്കിലോട്ട് നിൽക്കുന്നതിന് പ്രധാന കാരണവും ആ ഉള്ളിലെ വൂൺസ് ആണ്. ആ ഒരു വൂൺസ് മാറുമ്പോൾ നമ്മൾ ഹയർ വൈബ്രേഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് നല്ല ഊർജ്ജസ്വലതയും ഒരു കാര്യവും നമുക്ക് അപ്പപ്പോ ചെയ്തില്ലെങ്കിലാണ് പിന്നെ ഒരു വിഷമം. ആ രീതിയിലേക്ക് നമുക്ക് ഊർജ്ജസ്വലമാകും ക്രമേണ. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാല് ഒരു വളരെ സുപ്രധാനമായ ഒരു പ്രാപഞ്ചിക നിയമമാണ്. അത് ദി ലോ ഓഫ് പെർപ്പച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി. പേര് കേൾക്കുമ്പോൾ വളരെ ഗംഭീരമായ ഒരു പേര് ആയിട്ട് തോന്നുമെങ്കിലും ഈ നിയമം സത്യത്തില് വളരെ സിമ്പിൾ ആണെന്ന് മാത്രമല്ല, മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ് എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അത്യധികം പ്രാധാന്യമുള്ള ഒരു പ്രാപഞ്ചിക നിയമം കൂടിയാണ് ദി പെർപ്പച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി. ഈ നിയമം നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മൾ നിലവിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഏതെല്ലാം വിഷയത്തിലൂടെ നമുക്ക് എന്തെല്ലാം വിഷമങ്ങളോ പ്രതിസന്ധികളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. ഇത് തീർച്ചയായും നമുക്കതിനെ മാറ്റിയെടുക്കുവാൻ ഒന്ന് മനസ്സറിഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ നിയമത്തിലൂടെ അതിനെ മാറ്റിയെടുക്കുവാൻ കഴിയും എന്നുള്ള സന്ദേശമാണ്. ഇവിടെ പെർപ്പച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന അതിന്റെ യഥാർത്ഥ അർത്ഥം പെർപ്പച്വൽ എനർജി, ഊർജത്തിന്റെ, പെർപ്പച്വൽ എന്ന് പറഞ്ഞാല് നിരന്തരമായ അനസ്യൂതമായ ട്രാൻസ്മ്യൂട്ടേഷൻ, ഒരു പരിവർത്തനം എന്നുള്ളതാണ്. അതായത് ഊർജത്തിന്റെ അനസ്യൂതമായ ഒരു പരിവർത്തനത്തിന്റെ നിയമം എന്നാണ്. ഊർജത്തെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ ദി ലോ ഓഫ് വൈബ്രേഷനിലൂടെ മനസ്സിലാക്കിയതാണ്. പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി എനർജിയിലൂടെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രപഞ്ചത്തിന്റെ സകല വസ്തുക്കളും ചലിക്കുന്നതും ചലിക്കാത്തതുമായ സകലതും, ജീവനുള്ളതും അല്ലാത്തതുമായ, നമുക്ക് കാണുവാൻ കഴിയുന്നതും അല്ലാത്തതുമായ എല്ലാം നമ്മൾ ഒരു പവർഫുള്ളായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മളിവിടെ സോളിഡ് ആയിട്ട് കാണുന്നത് ഒന്നും യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അത് അടിസ്ഥാനപരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റങ്ങൾ മാത്രമല്ല, അതിന്റെ ഉള്ളിലേക്ക് അടിസ്ഥാനപരമായ എനർജി കൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു എനർജി നിരന്തരമായി വൈബ്രേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് ലോ ഓഫ് വൈബ്രേഷൻ. ഈ ഒരു എനർജിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്കിത് വലിയ റിലവന്റ് ആയിട്ട് തോന്നില്ലെങ്കിലും ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് എടുത്തെടുത്ത് പറയുന്നത്. കാരണം എന്തെങ്കിലും ഒരു ഊഹാപോഹത്തിന്റെയോ അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്നതോ പറയുന്നതല്ല. കൃത്യമായി ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ളവർ കൃത്യമായി ആധികാരികമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് കാര്യമാണ്. ഈ ക്വാണ്ടം ഫിസിക്സ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് അത് അറിയപ്പെടുന്നത്. അതിന്റെ ഒരു ബേസിലാണ് ഈ ഒരു എനർജിയുടെ രീതിയിൽ പറയുന്നത്. കാരണം നമ്മൾ ഈ എനർജി നിരന്തരമായി വൈബ്രേറ്റ് ചെയ്യപ്പെടുക മാത്രമല്ല, ഇത് നിരന്തരമായി നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നിരന്തരമായി ട്രാൻസ്മ്യൂട്ട് ചെയ്ത്, അതായത് പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടുകൂടി ഇരിക്കുകയാണ് എന്നുള്ളതാണ്. നിരന്തരമായ പരിവർത്തനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഈ ചുറ്റുവട്ടത്ത് നമ്മുടെ ജീവിതത്തിലായാലും ഈ ചുറ്റുവട്ടത്തുമായാലും ഒരിക്കലും അത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നില്ല. നിരന്തരമായി ഈ ഒരു എനർജിയുടെ പരിവർത്തനം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ദി പെർപ്പച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ, ദി ലോ ഓഫ് പെർപ്പച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി എന്ന നിയമം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും ശാശ്വതമല്ല. മനസ്സിലാക്കുവാനുള്ളത്, നമ്മൾ നിലവിൽ കാണുന്നതൊന്നും ശാശ്വതമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് നിലവിലുണ്ട് എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. അത് ശാശ്വതമല്ല, അത് പരിവർത്തനം ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതായത് നമ്മുടെ നിലവിലുള്ള ഏത് വിഷയമാണെങ്കിലും നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക.
നിങ്ങൾക്ക് അത് പരിവർത്തനം ചെയ്യാൻ പറ്റും, ജീവിതത്തെ പരിവർത്തനം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിലവിൽ നമ്മൾ ഈ ഒരു നിയമം കൊണ്ട് തന്നെ നിലവിൽ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഒരു കംഫർട്ട് സോണിലേക്ക്, നമ്മൾ നിലവിൽ ലൈഫ് സ്ഥിരതയാണ്, സെറ്റിലായി കഴിഞ്ഞു, ഇനി നമുക്ക് അങ്ങോട്ട് ഇനി ഒന്നും ചെയ്യേണ്ടതില്ല എന്നൊരു തെറ്റിദ്ധാരണയിൽ ഇരിക്കുന്നവർക്കും കൂടി ഈ ഒരു നിയമം ഒരു വാണിംഗ് തരുന്നുണ്ട്. പാടില്ല. ഇത് നിരന്തരമായ പരിവർത്തനത്തിന്റെ ഫലമായി തന്നെ നിലവിൽ കംഫർട്ട് സോണിൽ നമ്മൾ ഇരിക്കാൻ പാടില്ല. നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ നിരന്തരമായി ശ്രമിച്ചുകൊണ്ട് നമ്മൾ നിരന്തരമായി പരിവർത്തനം, നമ്മുടെ ജീവിതത്തെ കൂടുതൽ അഡ്വാൻസ്മെന്റിലേക്ക്, മുന്നേറ്റത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതും കൂടി ഈ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ നിയമത്തെക്കുറിച്ച് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് ചുറ്റുവട്ടത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ജലാശയത്തിലുള്ള വെള്ളം, അത് നമുക്കറിയാം, അത് എനർജി കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാത്തിനെയും പോലെ അതും എനർജിയാൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ വെള്ളം സൂര്യന്റെ താപമേറ്റ് ബാഷ്പീകരിക്കപ്പെട്ട് മുകളിലേക്ക് പോകുമ്പോൾ സത്യത്തിൽ ആ വെള്ളം എന്താണ്? പരിവർത്തനത്തിലാണ്. ഈ വെള്ളം സൂര്യന്റെ താപമേറ്റ് ബാഷ്പീകരിക്കപ്പെട്ട് നീരാവിയായി മാറുമ്പോൾ ആ വെള്ളം പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. ഈ നീരാവി അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന് ഘനീഭവിച്ച് മേഘമായി മാറുമ്പോൾ അത് അവിടെ മറ്റൊരു പരിവർത്തനം നടക്കുകയാണ്. ഈ മേഘം കാറ്റിന്റെ സഹായത്താൽ മറ്റൊരു സ്ഥലത്തേക്ക് പോയി ക്രമേണ അതൊരു മഴയായി മാറുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെയും ഒരു എനർജിയുടെ ഒരു ട്രാൻസ്മ്യൂട്ടേഷൻ ആണ് നടക്കുന്നത്. അതായത് ആ വെള്ളം എവിടെയോ ഉള്ള ഒരു ജലാശയത്തിലെ വെള്ളം ട്രാൻസ്മ്യൂട്ട് ചെയ്ത് നീരാവിയായി മേഘമായി മറ്റെവിടെയോ പോയി പിന്നെയും പരിവർത്തനം ചെയ്ത് വെള്ളമായി ഭൂമിയിലേക്ക് വീണ് മറ്റ് ജീവജാലങ്ങൾക്കും സസ്യങ്ങൾക്കും മനുഷ്യർക്കും എല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ആയി മാറുന്നു എന്നുള്ളതാണ്. ഈ ജലം എല്ലാ ജീവജാലങ്ങളിലേക്ക് എത്തുവാൻ, ഈ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതി ഈ ഒരു നിയമത്തെ കൃത്യമായി മനോഹരമായി ഉപയോഗിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ വെള്ളത്തിന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞത്. അതായത് പ്രകൃതിക്ക് അതിന്റെ ജീവജാലങ്ങളെ കൃത്യമായി സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടി ഈ നിയമത്തെ മനോഹരമായി ഉപയോഗിക്കുകയാണ്. അതായത് ആ ട്രാൻസ്മ്യൂട്ടേഷൻ, വെള്ളത്തിന്റെ ട്രാൻസ്മ്യൂട്ടേഷൻ, പരിവർത്തനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും വെള്ളം എത്തിക്കുന്ന ഒരു രീതി. സത്യത്തില് ഈ ഒരു രീതി എല്ലാ തലത്തിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ സകല ഏരിയയിലും, നമുക്ക് ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ മേഖലയിലും ഈ ഒരു പരിവർത്തനത്തിലൂടെയാണ് പ്രപഞ്ചം മുന്നോട്ട് ചലിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു നിരന്തരമായ ഒരു പരിവർത്തനത്തിന്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനുഷ്യർ ഒന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും, മനുഷ്യർ എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ഉള്ളിൽ എന്താണ്? മനുഷ്യന്റെ ഉള്ളിൽ പ്രപഞ്ചത്തിന്റെ ഒരു അംശമാണ്. അതായത് മനുഷ്യൻ ഉൾക്കൊള്ളുന്നത് പ്രപഞ്ചത്തിന്റെ ശക്തിയാണ്, പ്രാപഞ്ചികമായ ശക്തിയെയാണ് മനുഷ്യൻ ഉൾക്കൊള്ളുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും ഒരു മിനിയേച്ചർ യൂണിവേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ വളരെ ദുർബലമാണെന്ന് നമുക്ക് സ്വയം തോന്നുമെങ്കിലും നമ്മളെല്ലാം ഒരു മിനിയേച്ചർ യൂണിവേഴ്സ് ആണ്. നമ്മളെല്ലാം ഉള്ളില് ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ഇൻഡിവിജ്വലൈസേഷൻ, അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഇൻഡിവിജ്വലൈസേഷൻ ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ്. പ്രപഞ്ചത്തിന്റെ വ്യക്തിരൂപം ആണ് ഓരോ മനുഷ്യൻ, പ്രപഞ്ചത്തിന്റെ വ്യക്തിരൂപം. അതായത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ വെറും മനുഷ്യനായി മാത്രം കാണുകയല്ല വേണ്ടത്, നമ്മൾ അത്യപാരമായ ശക്തിയുള്ള വലിയൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രപഞ്ചത്തിന്റെ ഒരു വ്യക്തിരൂപമെടുത്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ പ്രകൃതി ഈ ഒരു നിയമത്തെ എങ്ങനെയാണോ മനോഹരമായി ഉപയോഗിച്ച്
അതിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. ഓരോ മനുഷ്യനും യൂണിവേഴ്സൽ പവർ ഉള്ളിലേറുന്ന ഓരോ മനുഷ്യനും തന്റെ ശക്തിയെ ഇതുപോലെ പുറത്തെടുത്തുകൊണ്ട് തന്റെ ജീവിതത്തെ മാറ്റി ഉയർത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു നിയമം നൽകുന്ന സന്ദേശം. പ്രകൃതി എങ്ങനെയാണോ ഈ നിയമത്തെ ഉപയോഗിച്ച് അതിന്റെ ജീവജാലങ്ങളെ ഇവിടെ നിലനിർത്തുവാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പ്രപഞ്ചത്തിന്റെ തന്നെ ഇൻഡിവിജ്വൽ ഫോംസ് ആയ ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം അംശമാണ് ഉൾക്കൊള്ളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത്യധികമായ പവർ. ഈ ഒരു പവറിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു നിയമത്തിലൂടെ സ്വന്തം ഈ മനുഷ്യ ജീവിതത്തെ ഉയർത്തുവാൻ പരമാവധി ശ്രമിക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്. അതിന് നമ്മൾ ആദ്യം വേണ്ടത് നമ്മുടെ ഉള്ളിലെ പ്രപഞ്ച ശക്തിയെ, നമ്മുടെ സ്പിരിച്വൽ പവറിനെ നമ്മൾ പുറത്തെടുക്കുവാൻ, അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മൾ ആദ്യം നടത്തേണ്ടത്. നമ്മുടെ ഉള്ളിലെ ദൈവ അംശം, അതായത് യൂണിവേഴ്സൽ പവർ പുറത്തെടുക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ യൂണിവേഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന ക്യാരക്ടർ, സ്വഭാവം നമ്മൾ ഇവിടെ ഈ ജീവിതത്തിൽ തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട 4 സ്റ്റെപ്പുകളാണ് ഉള്ളത്. അതില് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ സത്യത്തെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സത്യസന്ധമാവുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ നിലവിലുള്ള ജീവിതത്തെ മാറ്റുവാനും മുന്നോട്ട് നയിക്കുവാനും കൃത്യമായി നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യസന്ധരാവുക എന്നുള്ളതാണ്. പരമാവധി എത്രത്തോളം നമ്മൾ സത്യസന്ധരാകുന്നോ അത്രത്തോളം നമ്മൾ സത്യത്തിൽ യൂണിവേഴ്സിന്റെ ആ ഒരു പവറിലേക്ക് നമ്മൾ അടുക്കും. യൂണിവേഴ്സിന്റെ ഒരു വൈബ്രേഷനിലേക്ക് നമ്മൾ എത്തും. നമ്മൾ യൂണിവേഴ്സിന്റെ വൈബ്രേഷനിലേക്ക് നമ്മൾ എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം നമുക്ക് ഈ ജീവിതത്തെ മാറ്റുവാനുള്ള കഴിവ് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മളെന്ന് പറഞ്ഞാല് ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രൂത്ത് ആണ്. നമ്മൾ അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഒരു സത്യമാണ്. അതൊരു സത്യത്തിന് അധിഷ്ഠിതമായാണ് ഈ ഒരു യൂണിവേഴ്സ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിനെ, നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ക്യാരക്ടറിനെയും സത്യത്തോട് ചേർത്ത് നിർത്തി ഏറ്റവും സത്യസന്ധമായി ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുവാൻ, നമ്മൾ മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ക്രമേണ ഈ യൂണിവേഴ്സിന്റെ ആ സ്പിരിച്വൽ പവർ നമ്മളെന്ന് പറയുന്ന മനുഷ്യരിലേക്ക് വരികയും അത് നമ്മുടെ നിലവിലുള്ള ഏത് ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തെയും മാറ്റിത്തരുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒന്നാമത് ട്രൂത്തിനോട്, സത്യത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് പരമാവധി വിനയവും എളിമയുള്ള മനുഷ്യരാവുക. അതിന് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡാണ്. നമ്മൾ മിക്കവാറും സെഷൻസിൽ പറയുന്ന പോയിന്റ് തന്നെയാണത്. പരമാവധി നന്ദിയുള്ള മനുഷ്യരാവുക. പരമാവധി എപ്പോഴും നമുക്ക് നന്ദി, എന്തിനും ഒരു താങ്ക് യു, എപ്പോഴും ഒരു നന്ദി, കൃതജ്ഞത എപ്പോഴും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയും മനസ്സിൽ എപ്പോഴും ഒരു നന്ദി നിറയ്ക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് കാരണം പറഞ്ഞാല് നിങ്ങൾ എത്ര പേര് നന്ദി ഉള്ളവരാണ് എന്നറിയാൻ വേണ്ടി ഒരു 3 താങ്ക് യു ഒന്ന് കമന്റ് ചെയ്യാമോ? ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ ഇത് എഴുതുന്നത്. നിങ്ങൾ എപ്പോൾ ഒരു താങ്ക് യു പറഞ്ഞാലും അപ്പോൾ ഒരു ശക്തിയാണ് പുറത്തു വരുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാക്ടീസാണ്. ഞാൻ താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കിട്ടുന്ന അവസരത്തിൽ മുഴുവനും എത്രത്തോളം താങ്ക് യു പറയുന്നോ അത്രത്തോളം അത് വെറുതെ മാത്രമല്ല, അത് നമ്മളൊരു എളിമയുടെ ഭാഗമാണ് ആ താങ്ക് യു. ആ എളിമ
നമ്മൾ കൂടുതലായിട്ട് പ്രകടിപ്പിക്കും. എളിമ എന്ന് പറഞ്ഞാൽ ഉള്ളിലെ പ്രപഞ്ച ആ ഒരു യൂണിവേഴ്സൽ പവർ, ദൈവശക്തിയോടുള്ള ഒരു എളിമയാണത് നമ്മൾ അവിടെ പ്രകടിപ്പിക്കുന്നത്. നമ്മളിവിടെ ഒരേ സമയം തന്നെ രണ്ടാണ്. ഒരേ സമയം നമ്മുടെ ബേക്കിൽ ഒരു ഭയങ്കരമായ ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ട്, അറിയാമല്ലോ. നമ്മൾ ആ ഒരു പവറിനെ മറച്ചു പിടിക്കുന്നത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന മനുഷ്യന്റെ ആ ഒരു ഈഗോയാണ്. നമുക്ക് ഒരു കഴിവുമില്ലാതെ നമ്മളെ ദുർബലപ്പെടുത്തി കളയുന്നത് ഈഗോ എന്ന് പറയും. നിങ്ങൾക്ക് ഇപ്പൊ ഒരു താങ്ക് യു പറയാൻ പറഞ്ഞപ്പോ നിങ്ങൾക്കത് എഴുതാൻ മടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈഗോ ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു താങ്ക് യു, ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് അത് നിങ്ങൾക്ക് അതിനൊരു താങ്ക് യു പറയാൻ മടി, കുറച്ചിലായി പോകുമല്ലോ എന്ന് തോന്നലുണ്ടാകുന്നെങ്കിൽ അത് ഈഗോയാണ്. ആ ഈഗോയാണ് ദുർബലത. ആ ദുർബലതയാണ് സത്യത്തിൽ നമ്മുടെ ബേക്കിലുള്ള ശക്തിയെ, നമ്മുടെ നിലവിലുള്ള ജീവിതത്തെ ട്രാൻസ്മ്യൂട്ട് ചെയ്ത് ബെറ്റർ ലൈഫിലേക്ക് മാറ്റുവാനുള്ള കഴിവിനെ നഷ്ടപ്പെടുത്തുന്ന ആ ഒരു ഈഗോ. നമ്മൾ കരുതും അത് എന്തോ ഒരു വലിയ സംഭവമാണ്, നമ്മൾ അങ്ങനെ ബലം പിടിച്ച് മസിൽ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോ വലിയ നേട്ടം ഉണ്ട് എന്നുള്ളത്. അത് തെറ്റായ ധാരണ, ഇനിയെങ്കിലും മാറ്റണം. നമ്മള് അനാവശ്യമായിട്ട് എളിമ കാണിക്കണമെന്നല്ല, എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത്, അതായത് എളിമ, അതായത് എത്രത്തോളം നമ്മൾ ആ ഒരു മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിൽ ഡോക്ടർ ഡേവിഡ് ഹോക്കിൻസ് ഒക്കെ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് മാപ്പിൽ ഉയർന്ന് കയറി പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ പരമാവധി എളിമയുള്ള മനുഷ്യരാകൂ എന്നുള്ളതാണ്. നിങ്ങൾ പരമാവധി എളിമയുള്ള മനുഷ്യരാകുമ്പോൾ നമ്മൾ ഈഗോയെ സറണ്ടർ ചെയ്യും, ഈഗോയെ താഴ്ത്തി വെക്കും. ഈഗോയെ താഴ്ത്തി വെക്കുമ്പോൾ അവിടെ കാണുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള പവറാണ്, നമ്മുടെ ഉള്ളിൽ ആത്മശക്തിയാണ്. ഈ ലോകം മുഴുവനും നയിക്കുവാനും നിറയ്ക്കുവാനും സഹായമാകുന്ന ശക്തിയാണ് ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ളത്. ആ ഒരു ശക്തിയെ നമുക്ക് പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കൃത്യമായും നമ്മൾ ആ എളിമയെ കൊണ്ടുവരണം. എളിമ കൊണ്ടുവരുവാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു മനുഷ്യൻ നമുക്ക് എത്ര നമ്മളെക്കാളും താഴ്ന്നയായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കാളും താഴെ നിൽക്കുന്ന ഒരാളായിരിക്കും. നമുക്കൊരു സഹായം എവിടെ നിന്നായാലും, മറ്റു മനുഷ്യരുടെ ഒരു സഹായമോ അല്ലെങ്കിൽ പ്രകൃതിയുടെയോ ജീവിതത്തിന്റെ എവിടെ നിന്നായാലും നമുക്കൊരു സഹായം നമുക്ക് ലഭിച്ചു, അല്ലെങ്കിൽ ഒരു ഉപകാരം നമുക്ക് ലഭിച്ചു, എന്തിനായാലും ഉടനെ ഒരു നന്ദി, ഒരു താങ്ക് യു നമ്മൾ മനസ്സറിഞ്ഞ് ഒരു ഫോർമാലിറ്റിക്കല്ല, ആ മനസ്സറിഞ്ഞെന്ന് പറഞ്ഞ പ്രത്യേക കാര്യമുണ്ട്. നമ്മൾ പറയുമ്പോൾ സംഭവിക്കുന്നത് നമ്മളവിടെ എളിമയുള്ളവരാവുകയും നമ്മുടെ ബേക്കിലെ, നമ്മുടെ ഉള്ളിലെ സ്പിരിച്വൽ പവർ നമ്മളിലേക്ക് എത്തുകയും ചെയ്യും. ആ പവറാണ് നമുക്ക് ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് നമ്മെ നയിക്കുവാനും നിലവിലുള്ള എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം കാണുവാനും നമ്മളെ സഹായിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്. അപ്പോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക മാത്രമല്ല, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാവണം, ജീവിതത്തിന്റെ മനോഭാവമാക്കുക എന്നുള്ളതാണ്. ജീവിതത്തെ ഈ പരിവർത്തനം നടത്തുവാൻ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യവും നമ്മൾ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം മാറുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് പറഞ്ഞിരുന്നത്. സത്യസന്ധമാവുക, കള്ളങ്ങൾ പറയാതിരിക്കുക, പരമാവധി കഴിവിന്റെ പരമാവധി കള്ളങ്ങൾ പറയാതിരിക്കുക, സത്യത്തോട് യോജിച്ച്. ട്രൂത്താണ് യൂണിവേഴ്സൽ ട്രൂത്ത്, അത് ട്രൂത്ത് എന്നാണ് അറിയപ്പെടുന്നത്. സത്യമേ ജയിക്കൂ അവസാനം. അതുകൊണ്ട് സത്യത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു മനോഭാവം കൊണ്ടുവരിക. 2, കൂടുതലായിട്ട് കൃതജ്ഞത കാണിക്കുക എന്നുള്ളതാണ്. കൂടുതലായിട്ട് കൃതജ്ഞത. 3, കൃതജ്ഞതയ്ക്ക് വേണ്ടിയുള്ള ഒരു കുറച്ച് അഫർമേഷൻസ് ഒന്ന് എഴുതിക്കോണേ. ഒരു 3-4 ജസ്റ്റ് ഒരു സെക്കൻഡ്. നന്ദിയുടെ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഏതാനും ഇത് നിങ്ങൾ നിത്യേന ധാരാളം തവണ ചൊല്ലണം കേട്ടോ. ജീവിതം ഒരു സമ്മാനമാണ്. ഓരോ നിമിഷത്തിനും ജീവിതം ഒരു സമ്മാനമാണ്. ഓരോ നിമിഷത്തിനും ഞാൻ നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ്. ജീവിതം ഒരു സമ്മാനമാണ്. ഓരോ നിമിഷത്തിനും ഞാൻ നന്ദിയുള്ളവളാണ്. ഏറ്റവും ലളിതമായ കാര്യങ്ങളിൽ പോലും ഞാൻ സന്തോഷവും നന്ദിയും കണ്ടെത്തുന്നു.
ഏറ്റവും ലളിതമായ കാര്യങ്ങളിൽ പോലും ഞാൻ സന്തോഷവും നന്ദിയും കണ്ടെത്തും. എന്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും എന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ അനുഭവങ്ങളും എന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവയ്ക്കെല്ലാം എന്റെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും എന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവയ്ക്കെല്ലാം ഞാൻ നന്ദിയുള്ളവനാണ്, നന്ദിയുള്ളവളാണ്. എന്റെ ജീവിതയാത്രയ്ക്കും അതിന്റെ എല്ലാ പാഠങ്ങൾക്കും എനിക്ക് നന്ദിയുണ്ട്. നന്ദിയോടെ ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളിലുമുള്ള സൗന്ദര്യം ഞാൻ തിരിച്ചറിയുന്നു. നന്ദിയോടെ ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളിലുമുള്ള സൗന്ദര്യം ഞാൻ തിരിച്ചറിയുന്നു. ഇത്രേ ഉള്ളൂ. ഇതൊരു 10 പ്രാവശ്യമെങ്കിലും ഡെയിലി ഒന്ന് ചൊല്ലുന്നത്, അർത്ഥം അറിഞ്ഞിട്ട് ജസ്റ്റ് മനസ്സിൽ ചൊല്ലുക. അത് ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യപ്പെടുക എന്നുള്ളതല്ലേ. വിഷ്വലൈസ് ചെയ്യുന്നത് നമുക്കറിയാം, നമ്മുടെ നിലവിലുള്ള ജീവിതത്തിന്റെ ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, നിലവിലുള്ള ജീവിതത്തെക്കാളും കുറച്ചുകൂടി ബെറ്ററായ ഒരവസ്ഥ, നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ നമ്മൾ എത്തുവാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ലക്ഷ്യത്തിന്റെ നേടിക്കഴിഞ്ഞ ഒരു എൻഡ് റിസൾട്ട് നമ്മുടെ മനസ്സിലേക്ക് കൂടുതലായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ട് വിഷ്വലൈസ് ചെയ്യുക മനസ്സിൽ. അപ്പൊ നമുക്കിവിടെ ഈ രണ്ട് ആക്ഷൻ, ഒന്നാമത് നമ്മൾ കൂടുതൽ സത്യസന്ധമായ ഒരു മനോഭാവത്തോടു കൂടി ജീവിക്കും. രണ്ടാമത്തെ പോയിന്റ്, കൂടുതൽ എളിമയുള്ള, കൂടുതൽ നന്ദിയുള്ളവരും കൂടുതൽ കൃതജ്ഞത ഉള്ളവരുമായി നമ്മൾ നിലനിൽക്കുമ്പോൾ സംഭവിക്കുന്നത്, നമ്മുടെ വൈബ്രേഷൻ വലിയ രീതിയിൽ ഉയരും. ഒരു സംശയം വേണ്ട ആ കാര്യത്തിനകത്ത്. നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ വൈബ്രേഷൻ ഉയരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഉള്ളിലെ ആ ഒരു ബ്രഹ്മശക്തി എന്ന് പറയും. നമ്മളൊരു അഹം ബ്രഹ്മം എന്നല്ലേ പറയുന്നത്. നമ്മൾ ഉള്ളിലെ ഒരു ബ്രഹ്മശക്തി, എല്ലാ റിലീജിയൻസും അത് തന്നെയാണ് പറയുന്നത്. ഉള്ളിനകത്ത്, നമ്മുടെ ഉള്ളിലുള്ളത് യൂണിവേഴ്സൽ പവറാണ്. അത് നമുക്ക് കുറച്ചെങ്കിലും ഒക്കെ നമുക്ക് ലൈഫിനകത്തൊന്ന് ഉപയോഗപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നമ്മൾ ഉയരങ്ങളിലേക്ക് പോകും. നിലവിലുള്ള എല്ലാ വിഷയങ്ങളും, പ്രശ്നങ്ങളും, പ്രതിസന്ധികളും എല്ലാം പൊടിഞ്ഞു പോകും. ഈസി ആയിട്ട് നമുക്ക് അതിനെല്ലാം ഓവർകം ചെയ്ത് പോകാൻ പറ്റും. പക്ഷെ നമുക്കത് അറിയുന്നില്ല. നമ്മൾ വല്ലാത്തൊരു ഈഗോയും അറിവില്ലായ്മ കൊണ്ടുള്ള തെറ്റിദ്ധാരണകളും പിന്നെ മറ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും നമ്മളെ മറച്ചു പിടിക്കുകയാണ് ആ ഒരു ശക്തിയെ, ഉള്ളിലെ ശക്തിയെ. അതിനെ നമ്മൾ പുറത്തു കൊണ്ടുവരുവാൻ നമ്മൾ ആ ശക്തിയുടെ യഥാർത്ഥ സ്വഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവം നമ്മളും കൊണ്ടുവരണം. അതാണ് പോയിന്റ്. അതായത് ആ ശക്തിയുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സ്വഭാവം എന്ന് പറഞ്ഞാൽ സത്യമാണ്. ആ ശക്തി സത്യമാണ്. സത്യമേ ജയിക്കൂ. അതാണ് മഹാത്മാഗാന്ധിയൊക്കെ ഉയർത്തിപ്പിടിച്ച വാചകം. സത്യമേ ജയിക്കൂ. സത്യം അൾട്ടിമേറ്റ്ലി നമ്മളിവിടെ എന്തെല്ലാം മാനിപ്പുലേറ്റ് ചെയ്താലും ആത്യന്തികമായി വിജയിക്കുക സത്യം മാത്രമാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ ആ സത്യത്തിലെ മുറുകെ പിടിച്ച് നമ്മൾ അങ്ങനെ ഒരു ജീവിതവും ക്യാരക്ടറും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ദൈവശക്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനായി മാറും നമ്മൾ. അത് നമ്മുടെ പവറിനെ പല മടങ്ങായിട്ട് വർദ്ധിപ്പിക്കും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, എളിമയുള്ളവരാകുക. അതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം പരമാവധി നന്ദി, എല്ലാത്തിനോടും അത്യധികമായ നന്ദി ഉള്ള, സകലത്തിനും നന്ദിയുള്ള ഒരു മനുഷ്യരായി മാറുക എന്നുള്ളതാണ് രണ്ടാമത്. മൂന്നാമത്, ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ മുറുകെ പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ വൈബ് ഉയരും. നമ്മൾ കൂടുതൽ പവർഫുൾ ആയ ആളുകളായി മാറും. ഈ ഒരു ഉയർന്ന വൈബില് നിന്നുകൊണ്ട് നമ്മൾ ഈ ഒരു ലായ്ക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതായത് പരിവർത്തനത്തിന് വേണ്ടി, ട്രാൻസ്മ്യൂട്ടേഷന് വേണ്ടി നമ്മൾ ശ്രമിക്കുക. ആ ട്രാൻസ്മ്യൂട്ടേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിലവിലുള്ള ജീവിതത്തെ നമ്മൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിലവിൽ നമുക്ക് കുറച്ച് സാമ്പത്തികമായിട്ട്
കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ലൈഫിനകത്ത് റിലേഷൻഷിപ്പിനകത്ത് കുറച്ച് പ്രോബ്ലം ഉള്ള ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ രോഗങ്ങളുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടുകളുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയെ നമ്മൾ ഇതിനെ ട്രാൻസ്മ്യൂട്ട് ചെയ്യുക, പരിവർത്തനം നടത്തുക എന്നുള്ളതാണ് ഈ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ നിയമത്തെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ വൈബിനെ ഉയർത്തി, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ്, എങ്ങനെ, എങ്ങോട്ടാണ് പരിവർത്തനം നടത്തേണ്ടത്, എന്തിലേക്കാണ് നമ്മൾ പരിവർത്തനം നടത്തേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിൽ കൊണ്ടുവരിക, അത് എഴുതി വെക്കുക. എന്നിട്ട് ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ആ പോയിന്റ് മനസ്സിലായോ? ആ നടന്നു കഴിഞ്ഞതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എൻഡ് റിസൾട്ട് എഴുതി വെച്ചോളൂ. എൻഡ് റിസൾട്ട് വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അത് നമ്മൾ എങ്ങനെയാണ് അവിടേക്ക് പോകേണ്ടത്, അതിനുള്ള വഴി എങ്ങനെയാണ്, ഇങ്ങനെ ഈ മാർഗത്തിലൂടെയൊക്കെയാണ് പോകേണ്ടത്, ഒന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അതെല്ലാം യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. എൻഡ് റിസൾട്ട് മാത്രം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. നമുക്ക് വഴിയിൽ നിന്നുള്ള മെസ്സേജസ് കിട്ടുന്ന ഒരു നിയമം നമ്മൾ ഇതിനോടകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മെസ്സേജസ് കിട്ടി, അതിനെടുക്കുക. ഏതായിരുന്നു അത്? ദി ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ, അല്ലേ? ഇൻസ്പയർഡ് ആക്ഷൻ, ദി ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അപ്പൊ നമുക്ക് വഴിയിൽ നിന്നെല്ലാം നമുക്ക് മുന്നോട്ട് പോകുന്ന ഇൻഡ് റിസൾട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി നമുക്ക് വഴിയിൽ നിന്നെല്ലാം യൂണിവേഴ്സ് നമുക്ക് ഇൻസ്പിറേഷൻ തരും, ഇൻഡ്യൂഷൻസ് തരും. ആ ഇൻഡ്യൂഷൻസിനെ നമ്മൾ കണ്ടെത്തി അതിനെ നമ്മൾ നോക്കി നമ്മൾ അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ എൻഡ് റിസൾട്ടിലേക്ക് പെട്ടെന്ന് പരിവർത്തനം ചെയ്യപ്പെടും. മനുഷ്യന് അതിനുള്ള കഴിവുണ്ട്, പരിവർത്തനം ചെയ്യപ്പെടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും എൻഡ് റിസൾട്ട് മനസ്സിൽ കാണുക, അവിടേക്ക് എത്തിയതായിട്ട് നമ്മൾ കാണുക. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് വഴി നീളെ കാണിച്ചു തരും. അത് നമ്മൾ ആക്ഷൻ എടുത്തെടുത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകും. ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ചില ആക്ഷൻ നമ്മളെ കൊണ്ട് എടുപ്പിക്കും. എങ്ങനെയായാലും അതിന്റെ റിസൾട്ടിലേക്ക് നമ്മൾ എത്തും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് ട്രാൻസ്മ്യൂട്ട് ചെയ്യുന്നത്, ലൈഫിനെ ട്രാൻസ്മ്യൂട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അഫർമേഷൻസ് കൂടുതലായിട്ട് ചൊല്ലിക്കൊണ്ട് നമ്മുടെ ആ ഒരു വഴിത്താരയെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അഫർമേഷൻസ് നമ്മളെ കൂടുതലായിട്ട് പുകഴ്ത്തി പറയുക, നമ്മുടെ കഴിവിനെയും നമ്മുടെ അനുഗ്രഹങ്ങളെയും എല്ലാം നമ്മൾ എപ്പോഴും പുകഴ്ത്തി പറയുക. നമ്മുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള അഫർമേഷൻസ് എഴുതി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ കേട്ടോ. അഫർമേഷൻസ് ഒക്കെ സ്വന്തമായിട്ട് എഴുതി, അല്ലെങ്കിൽ മറ്റെവിടെ നിന്നും കിട്ടുന്നെങ്കിൽ അതും എടുത്ത് അത് നമുക്ക് അനുയോജ്യമാണെന്ന് തോന്നിയെങ്കിൽ അത് ഉപയോഗിക്കാം. ആ അഫർമേഷൻസ് ഒക്കെ നിരന്തരമായിട്ട് കൊടുത്ത്, എന്താ പറയുക, ഈ ഇഷ്ടികകൾ കെട്ടുന്നത് പോലെ നമ്മൾ കെട്ടി മുന്നോട്ട് പോകണം. ഇഷ്ടികകൾ വെച്ച് കെട്ടുന്നത് പോലെ ചിന്തകൾ നമ്മുടെ ഇഷ്ടികകളാണ്. അപ്പൊ അഫർമേഷൻസ് സ്വാഭാവികമായും ഇഷ്ടികയായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതാണ് പ്രധാനമായിട്ട് ഈ ഒരു പോയിന്റ്, 3 പോയിന്റ് നിങ്ങൾ പ്രധാനമായിട്ട്, 4 പോയിന്റ് നിങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പെർപെച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജിയെ കുറിച്ചൊരു ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും അങ്ങനെയാണോ? ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇതിനകത്ത് നമ്മള് ഈ ഒരു പെർപെച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ എനർജിയെ കുറിച്ച് ചെറിയൊരു നോട്ട് എല്ലാവരും കഴിയുന്നവരൊന്ന് എഴുതിയിരിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു നിങ്ങളത് എഴുതി അടിവരയിട്ട് വയ്ക്കേണ്ട ഒരു പോയിന്റാണ്. നമ്മളെന്ന് പറഞ്ഞാല് മനുഷ്യർ, നമ്മൾ ഊർജമാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഭയങ്കരമായ ശക്തിയായി വൈബ്രേറ്റ് ചെയ്യുന്ന, വയർ വൈബ്രേറ്റ് ചെയ്യുന്ന ഊർജമാണ്. ഒരു ഊർജം എഴുതിക്കോളൂ. ഒരു ഊർജം എന്ന നിലയിൽ ഒരു ഗുരുവിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നോട്ടാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നോട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. ഒരു ഊർജം എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് അവസ്ഥയെയും മാറ്റാനുള്ള ശക്തി നമുക്കെല്ലാമുണ്ട്. ഈ ജീവിതത്തിൽ നിന്ന് ഒരു കരകയറ്റം ഇല്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ വളരെ തെറ്റാണ് കേട്ടോ. ഒരു ഊർജം എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലെ ഏതവസ്ഥയെയും മാറ്റാനുള്ള ശക്തി നമുക്കെല്ലാമുണ്ട്. ഉയർന്ന വൈബ്രേഷനിലേക്ക് മാറുന്നതിലൂടെ
താഴ്ന്നവയെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നു. ഉയർന്ന വൈബ്രേഷനിലേക്ക് മാറുന്നതിലൂടെ താഴ്ന്നവയെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നു. പോസിറ്റീവ് എനർജിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജിയെ മാറ്റാം എന്നാണ് ഇതിനർത്ഥം. അത്രേ ഉള്ളൂ. പോസിറ്റീവ് എനർജിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജിയെ മാറ്റാം എന്നാണ് ഇതിനർത്ഥം. ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. പലരും ഈ വൈബ്രേഷൻ, അതായത് നമ്മൾ നെഗറ്റീവായിട്ടുള്ള സാഹചര്യത്തിൽ കൂടുതൽ താങ്ക് യു പറയുന്നത് ആ നെഗറ്റീവായ സാഹചര്യത്തെ കൂടുതൽ അട്രാക്ട് ചെയ്യില്ലേ എന്നൊക്കെ ഉള്ള ഒരു സംശയം മുമ്പുണ്ടായിരുന്നു. അത്തരം സംശയം ഇനി ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു ഉത്തരം ഈ ഒരു സെന്റൻസുകളിലുണ്ട്. നമ്മൾ കൂടുതൽ താങ്ക് യു പറയുമ്പോൾ നമ്മൾ കൂടുതൽ പോസിറ്റീവ് എനർജി അട്രാക്ട് ചെയ്യും. അത് സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവ് സാഹചര്യങ്ങളെ പരിവർത്തനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും പരിവർത്തനം ചെയ്ത് കൂടുതൽ പോസിറ്റീവായ സാഹചര്യത്തിലേക്ക് മാറ്റും. അതുകൊണ്ട് നിലവില് നെഗറ്റീവായ സാഹചര്യമാണ് ഉള്ളത് എന്നൊരു തോന്നൽ, അല്ല അങ്ങനെ ഒരു വിഷമമാണ് നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവായ ഗ്രാറ്റിറ്റ്യൂഡ് ഉൾപ്പെടെയുള്ള പ്രാക്ടീസുകളിലൂടെ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തെ പരിവർത്തനപ്പെടുത്തി എടുക്കാമെന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാനുള്ളത്. ഈ ഒരു സെന്റൻസ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി ഇത് ആവർത്തിച്ച് വായിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട ഈ ലോ ഓഫ് പെർപെച്വൽ ട്രാൻസ്മ്യൂട്ടേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന ആ ഒരു നിയമത്തിന്റെ കോറായിട്ടുള്ള പോയിന്റാണ്. ഒരു ഊർജം എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിലെ ഏതൊരവസ്ഥയെയും മാറ്റാൻ നമുക്ക് കഴിയും. താങ്ക് യു. ഓക്കെ, അവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ആവശ്യമുള്ളവർ അതിൽ നിന്ന് എഴുതുക. അപ്പോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് കുറച്ച് നേരത്തെ നിർത്തുകയും വേണമെന്ന്. സാറേ, ഇപ്പം സാർ പറഞ്ഞല്ലോ നമ്മൾ കഴിവതും കള്ളം പറയാതിരിക്കും. അപ്പം ഇത് നമ്മളിങ്ങനെ ഒരു ഫ്രണ്ട് ഡിസ്കസ് ചെയ്തപ്പോ ഇത് കുറച്ചുനാൾ മുന്നേ നടന്നു. അപ്പൊ എന്നോട് ചോദിച്ചിരുന്നു എല്ലാത്തിനും എന്തിനാ ഇങ്ങനെ സത്യം പറയുന്നത്, യു ക്യാൻ ടെൽ ഫെയർ ലൈസ് എന്നാ പറഞ്ഞത്. അതായത് ആർക്കും ദോഷമില്ലാത്ത കള്ളങ്ങൾ പറയാമെന്ന് എന്നോട് അവര് പറഞ്ഞു. അപ്പൊ അതിനകത്ത് എന്താ സാറേ ഇതുള്ളത്? ഫെയർ ലൈസ് നമുക്ക് ആക്സെപ്റ്റബിൾ ആണോ? അത് നമ്മൾ പറഞ്ഞല്ലോ ഗോപിക, നമ്മള് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഒരു നിരുപദ്രവകരമെന്ന് തോന്നുന്നതല്ല, നമുക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് താൽക്കാലികം ഉണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സത്യം പറയാതിരിക്കാം. അതേസമയം എന്നാലും അൾട്ടിമേറ്റ്ലി നമുക്കത് ഒരു അസത്യം പറയുന്നത് ദോഷം തന്നെയാണ്. പക്ഷെ നമുക്ക് വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടിയൊന്നും നമ്മൾ ഈ തമാശയ്ക്കും ട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ എന്താ പറയുക ഈ പ്രാങ്ക് ചെയ്യാനും ഒക്കെ നമ്മൾ കള്ളം പറയുന്നതെല്ലാം സത്യത്തില് ദോഷമാണ്. സത്യത്തില് അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മുടെ ഈഗോ മനസ്സിന് അപ്പൊ ഒരു രസവും തോന്നുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് അത്യധികമായ സത്യത്തില് ഇത് പ്രദീപ ഒന്ന് നോക്കി ഇത് കാര്യം പറഞ്ഞാൽ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ഒരു ശബ്ദം ഉണ്ടാവുന്ന ഇത് ഇങ്ങനെ കയറി വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഗോപികയുടെ മ്യൂട്ട് കൊടുക്കാം. അപ്പം ഹാൻഡ് റൈസ് ചെയ്താൽ മാത്രമേ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആക്കി എടുക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ, മനസ്സിലായി. നമ്മൾ കരുതും നമുക്കൊരു തമാശ രസമാണെന്നുള്ളത്. സബ് കോൺഷ്യസ് മൈൻഡ് വളരെ പ്യൂരിറ്റി ഉള്ളതാണ്. അത് നമ്മുടെ ഉള്ളിലെ ആ ഒരു ശക്തിയോട് യൂണിവേഴ്സൽ പവറിനോട് ചേർന്ന് നിൽക്കുന്ന അതിന്റെ ഒരു പ്യൂരിറ്റിയാണ് അത് അപ്പൊ അത് ഒരിക്കലും അത് ഒരു തമാശ രൂപത്തിൽ എടുക്കില്ല. അതിനെ ആ കള്ളത്തിനെയൊക്കെ അവർ കുറ്റബോധമാക്കി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് സ്റ്റോർ ചെയ്യും. കർമ്മക്ക് അക്കൗണ്ടിലേക്ക് നെഗറ്റീവായിട്ട്. എന്നിട്ട് അതൊരെന്ത് ചെയ്യും, ഇരുട്ടാക്കി മാറ്റും ജീവിതത്തിനെ ക്രമേണ. അതുകൊണ്ടാണ് അനാവശ്യമായിട്ടുള്ള കള്ളങ്ങൾ ഒഴിവാക്കുന്നത് നമ്മുടെ വൈബിനെ ഉയർത്തി നിർത്തുവാൻ സഹായിക്കും എന്ന് പറയാൻ കാര്യം. മനസ്സിലായി? അനാവശ്യമായിട്ടുള്ള കള്ളങ്ങൾ കഴിവതും ഒഴിവാക്കും. നമ്മൾ മറ്റുള്ളവർക്ക് വെറുതെ പോലും കള്ളം പറയേണ്ട കാര്യമില്ല. കഴിവതും ഒഴിവാക്കുക. നമുക്ക് അതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു മിഷനിലാണല്ലോ. ജീവിതത്തെ ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ ഏത് അറ്റം വരെയും പോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എന്തിനും നമ്മൾ അനാവശ്യമായിട്ടുള്ള തമാശകൾ അത് മാത്രമല്ല മറ്റുള്ളവരുടെ സമയത്തെ സ്റ്റീൽ ചെയ്യുന്ന മടൻ ലൂയിസൊക്കെ എടുത്ത് പറയാറുണ്ട്. മറ്റുള്ളവരുടെ സമയം
മിനക്കെടുത്തുക എന്ന് പറയും. അതായത് നമ്മൾ ഒരാളെ വിളിച്ച് നിർത്തിയിട്ട് അങ്ങനെയൊക്കെ ചില ആളുകൾ ചെയ്യുന്നതാണ്. അതായത് ഒരാളുടെ വിളിച്ച് പറ്റിക്കുക, അതായത് പിന്നെ അവരുടെ സമയത്തെ മിനക്കെടുത്തുന്ന രീതികളുണ്ടല്ലോ, അവരുടെ സമയത്തിനൊന്നൊരു വില കൊടുക്കാറില്ല. വലിയ ദോഷമാണ് അതൊക്കെ. എല്ലാ മനുഷ്യർക്കും അവരുടേതായ സമയത്തിനും എല്ലാം വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെ നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ആ വാല്യൂവിനെ നമ്മൾ സ്റ്റീൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് കർമ്മദോഷമായിട്ട് വരും. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ തമാശയ്ക്ക് മറ്റു മനുഷ്യരെ ഒരിക്കലും തമാശയ്ക്ക് എടുക്കരുത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എല്ലാ മനുഷ്യരും യൂണിവേഴ്സാണ്. യൂണിവേഴ്സിന്റെ ഇൻഡിവിജ്വലൈസേഷൻ ഓഫ് ദ യൂണിവേഴ്സ് എന്നാണ്. അപ്പൊ ഓരോ മനുഷ്യരും ഒരു മിനിയേച്ചർ യൂണിവേഴ്സ് എന്ന് പറയുന്നത്, ഓരോ മനുഷ്യരും ദൈവാംശങ്ങൾ ഉൾക്കൊള്ളുന്നവരാണ്. അപ്പൊ എല്ലാവർക്കും അവരുടെ ഒരു ബ്രഹ്മമായ ഒരു ശക്തിയുണ്ട്, ഒരു പരിഭാവനതയുണ്ട്. അപ്പൊ നമ്മൾ അവരെ തമാശയാക്കിയിട്ട് കളിയാക്കുകയും അപഹസിക്കുകയും പിന്നെ അവർ കള്ളം പറയുകയും അവരെ പറ്റിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ദൈവദോഷത്തിന് തുല്യമാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഒരു കുറ്റബോധമായിട്ട് മനസ്സിനകത്തേക്കിടും. ഗിൽറ്റ് എന്ന് പറയും. ആ ഗിൽറ്റ് കൂടി വരുമ്പോൾ അത് ആണ് വലിയ നമ്മളെ മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. താഴത്തെ ലെവലുകളാണ് ഗിൽറ്റൊക്കെ വരുന്നത്. നമ്മൾ മെല്ലെ നമ്മളെ ലൈഫിൽ വലിയ രീതിയിൽ ഇരുട്ട് വരും. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഈ സത്യത്തിലേക്ക് നമ്മൾ യോജിച്ചിരിക്കുകയും പരമാവധി സത്യസന്ധമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഏതൊരു കാര്യം സത്യസന്ധമായിട്ട് ചെയ്തു നോക്കും, നമ്മൾ ഉള്ളിനകത്ത് വരുന്ന ഒരു ശാന്തതയും ഒരു സുഖമുള്ള ഒരു അനുഭവം ഇല്ലേ? ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഹയർ വൈബാണ്. ആ ശാന്തത എന്ന് പറഞ്ഞാൽ നമുക്ക് ഹയർ വൈബാണ്, ഇന്നർ പീസ്. അത് ദൈവത്തിന്റെ ഒരു ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമാണ് ആ ഒരു ശാന്തത. അത് കിട്ടാൻ നമ്മൾ ശ്രമിക്കുക. അത് അത്രയേ ഉള്ള ഈ ജീവിതത്തിന്റെ രഹസ്യം. അതിലേക്ക് നമ്മൾ അടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതും നമ്മൾ ഇന്റന്റ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് ആകർഷിക്കാനുള്ള അത് നമുക്ക് ആകർഷിക്കാനുള്ള ആ ഒരു പ്രവണത പിന്നെ കാണിക്കുന്ന നമുക്ക് കിട്ടും. നമുക്ക് ആഗ്രഹിക്കുന്ന എല്ലാം നമ്മളിലേക്ക് ആകർഷിക്കും. ആ വൈബ്രേഷന്റെ ബേസിൽ അട്രാക്ട് ചെയ്യുന്നതാണ്. ഇതെല്ലാം നിയമങ്ങളാണ്. താങ്ക് യു. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഹാൻഡ് റൈസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് തരാവേ. അഭിജിത്തിന് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? ആ പറഞ്ഞോ. ഹലോ സാർ, ഞാൻ സംശയം എന്ന് പറഞ്ഞാൽ സാർ, നമ്മൾ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആ കാര്യം ചെയ്ത് തീർക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളതൊരു മറ്റുള്ളവരോട്ട് ഷെയർ ചെയ്യുന്നത് ആ കാര്യം നടക്കാതിരിക്കാൻ വല്ല കാരണം അങ്ങനെ ആവോ? ചിലപ്പോൾ എന്തെങ്കിലും ഒരു യാത്രയോ ചിലപ്പോൾ ഒരു ബിസിനസ് പ്ലാനോ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് ഒരു മറ്റുള്ള സുഹൃത്തുക്കളുമായിട്ടോ അല്ലെ വേറെ ആരെങ്കിലുമായിട്ട് ഷെയർ ചെയ്യുന്നത് അത് സംഭവിക്കുന്നതിനെങ്കിൽ തടസ്സമാവുന്നതിന് കാരണമാവാം. ആവും. കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് ആ ഒരു കാര്യം ആരോടാണ് പറയുന്നത് എന്നുള്ളതും അതിന് വളരെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആരോടാണ് പറയുന്നത്? ആ ഒരു പറയുന്ന ആള് നമ്മള് ഉദ്ദേശിക്കുന്ന കാര്യം വിജയിക്കണമെന്നും നമ്മൾ 100% സക്സസ് ആവണമെന്നും ആത്മാർത്ഥമായിട്ട് നമ്മളെക്കാളും ഒരുപടി മുന്നിൽ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയാവൂ. അല്ലാത്ത പക്ഷം പറയുന്നതാണ് സൈലൻസ് ഈസ് ഗോൾഡൻ. നിശബ്ദത സുവർണതയാണ്. നമ്മൾ അല്ലാത്ത പക്ഷം നിശബ്ദത പാലിക്കുന്നതാണ് നല്ലത്. അതിന് നമുക്കുള്ളിനകത്ത് നമ്മുടെ ആ ഒരു സ്വപ്നം നമ്മൾ ഉള്ളിൽ താലോലിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു പവറുണ്ട്. നമ്മളെക്കാളും താഴ്ന്ന വൈബിലുള്ള നമുക്ക് നേടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അസൂയയോ മറ്റൊക്കെ തോന്നാവുന്ന ആളുകളോട് നമ്മളെ വളർച്ച ഇഷ്ടപ്പെടാത്ത ആളുകളോട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിനകത്തുണ്ട ഒരു പെർസെപ്ഷനും ഒരു കോൺഷ്യസ്നെസ് ചിന്തകളും നമ്മുടെ മനസ്സിനെയും സബ് കോൺഷ്യസിനെയും സ്വാധീനിക്കും. അത് നമ്മൾ ക്രമേണ ആ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് അതിന്റെ ഒരു ദുർബലത ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം സംഭവിക്കാതിരിക്കാൻ നമ്മളത് സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അത് നമ്മൾ ഏറ്റവും അടുത്ത ആളുകളാണെങ്കിൽ കൂടി നമുക്ക് 100% നമ്മളോട് പ്രതിബദ്ധതയും നമ്മുടെ വളർച്ചയിൽ ആഗ്രഹവുമുള്ള ആളുകൾക്ക് പറയുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ പറയാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പക്ഷം
താങ്ക് യു. നമ്മൾ ഈ ഞാനൊരു സംശയം സർ, നമ്മൾ ഈ ലോയുടെ ഒക്കെ ഇതിൽ നമ്മൾ കുറച്ച് ഞാൻ ഈ കുറച്ച് നാളായിട്ട് സാറിന്റെ വീഡിയോസുകൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാറും ഇതുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ സാറിന്റെ എല്ലാ ക്ലാസ്സുകളും ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് ഇതിലത്തെ. അപ്പൊ ഞാനിങ്ങനെ ചില നിസ്സാര കാര്യങ്ങളാണെങ്കിൽ കൂടി നമുക്ക് നടക്കും. ചില കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ട് വിചാരിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ സംഭവിക്കാറുണ്ട്. അതും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. നമ്മുടെ ലോവർ വൈബില് ഉള്ളത് കൊണ്ടാണ് അത്. നമ്മൾ വൈബിനെ ബേസ് ചെയ്ത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ലോവർ വൈബിൽ നിൽക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അട്രാക്ട് ചെയ്യും. ചെറിയ പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യും. അപ്പം വലിയ പോസിറ്റീവായ കാര്യങ്ങൾ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈബിനെ ഉയർത്തണം. വൈബിനെ ഉയർത്തുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറയുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞാൽ കൂടുതൽ സത്യസന്ധമാവുക, കൂടുതൽ കള്ളങ്ങൾ പറയാതിരിക്കുക, അങ്ങനെയൊക്കെ. പിന്നെ ഇത് വളരെ ഭംഗിയായിട്ട് എനിക്ക് വളരെ ഇതായിട്ട് പോകുന്നുണ്ട്. വളരെ എനിക്ക് എന്റെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട് സർ. താങ്ക് യു. എന്റെ മെഡിറ്റേഷൻ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് മറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന്. ഗോപിക, എന്താണ് ഇനിയും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഗോപികയ്ക്കാണല്ലോ കൂടുതൽ ക്വസ്റ്റ്യൻസ്. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഒരാൾക്ക് മറ്റൊരാൾ കൂടെ അവസരം കൊടുക്കാൻ പറ്റുമെന്നുണ്ട്. സാറേ, പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചിട്ട്, ഇങ്ങനത്തെ ഒരു അവസരം എനിക്ക് കഴിഞ്ഞ ആഴ്ചയിലും ഉണ്ടായി. എന്നോട് വന്ന് പൈസ കടം ചോദിച്ചു സാറേ. ആ പുള്ളിക്കാരത്തി വർക്ക് ചെയ്യുന്നപ്പോ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇരിക്കുകയാണ്, എനിക്ക് തോന്നുന്നില്ല ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ സാറേ, ഇങ്ങനെ നമ്മൾ നോ ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മളുടെ ആ റിലേഷൻഷിപ്പിനെ ബാധിക്കില്ലേ സാറേ? അത് ഗോപിക ആ റിലേഷൻഷിപ്പിനെ ബാധിക്കില്ലേ എന്നിങ്ങനെ ചോദിച്ച് നമ്മള് മനസ്സുകൊണ്ട് ചോദിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാല് ബാധിക്കും. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം, എനിക്ക് എന്റെ അടുത്ത് പണം ഇല്ലാത്തത് സത്യമാണ്, ആ സത്യം എന്ന് പറയുന്നു. ഇല്ല, നോ. എന്നിട്ട് നമ്മൾ മനസ്സിനകത്ത് അവരെ കുറിച്ച് ഒന്ന് നമ്മൾ വേറെ കൂടുതലൊന്നും ചിന്തിക്കാതെ നമ്മൾ സബ്ജക്ട് മൈൻഡ് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അവർക്കും തോന്നില്ല, ആ റിലേഷൻഷിപ്പ് ഒന്നും ബാധിക്കില്ല. മനസ്സിലായില്ല? അങ്ങനെയാണ് അതിന് എടുക്കാറുള്ളത്. സത്യമല്ലേ നമ്മൾ പറഞ്ഞത്. നമ്മളതിൽ പണം ഇല്ലാത്തൊരവസ്ഥ പിന്നെ എന്തിനാണ് പിന്നെ നമ്മള് അത് പിന്നെ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. പണം ഇല്ലാത്തൊരവസ്ഥയെ സത്യമല്ലേ. ഞാൻ ഇത് നോ പറയേണ്ടത് എങ്ങനെയെന്നൊരു വീഡിയോ ഞാൻ ഇതിനകത്ത് എന്തുകൊണ്ടാണ് അതിന്റെ പിന്നിലുള്ള സ്പിരിച്വൽ സയൻസ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കാണണം. ഇത്തരം ക്വസ്റ്റ്യൻസ്. താങ്ക് യു. ഓക്കെ, ശ്രീലേഖ ചോദിക്കും. സാറേ, എനിക്ക് 2 ഡൗട്ടാണ്. ഞാനിങ്ങനെ ഇതേപോലുള്ള പ്രാക്ടീസുകളിലൂടെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ലൈഫിൽ. അപ്പൊ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുന്ന 1-2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് സാറിനോട് ചോദിക്കുന്നത്. ഒന്ന്, നമ്മൾ ഇത്രയും പ്രാക്ടീസിലൂടെ ഒക്കെ ചെയ്യുമ്പോഴും ചില സമയങ്ങളിൽ നമ്മൾ വളരെ നെഗറ്റീവ് ആയിട്ട് മൈൻഡ് ചിന്തിക്കുന്നുണ്ട്. അതായത് ഞാനിങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മളെ ഹോർമോണൽ ചേഞ്ച് വരുന്ന സമയമാണെന്നാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ആ സമയങ്ങളിലാണ് ഒന്ന് അത് ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിച്ചിട്ടുള്ളത് ബന്ധങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഒരു ഘട്ടത്തില് ഈ ബന്ധങ്ങളെല്ലാം നമുക്ക് മാറിപ്പോയത് കൊണ്ട് അതിലേക്ക് നമ്മൾ തിരിഞ്ഞൊരു നോട്ടം ഈ സമയം, ഈ വൈബ് താണു നിൽക്കുന്ന സമയങ്ങളിൽ തിരിഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. അത് നമുക്ക് ആ സമയത്ത് നമ്മൾ ഇത്രയും പോസിറ്റീവായിട്ട് ഇരിക്കുന്നെങ്കിലും ആ സമയത്ത് വളരെ നമുക്ക് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഫർഗീവ്നെസ് ചെയ്യണം ആളുകളോട്. ഒരു മനുഷ്യനോടും നമുക്ക് ജീവിതത്തിൽ നമ്മളെന്താണ് നമ്മുടെ ലക്ഷ്യം, എല്ലാവരും മനസ്സിലാക്കാനുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം യൂണിവേഴ്സലിനോട്, നമ്മുടെ ഉള്ളിലെ ആ ഒരു ശക്തിയോട് പരമാവധി ചേർന്ന് നിൽക്കുക. അതിലൂടെ അതിന്റെ ശക്തിയെ, ആ ശക്തിയുടെ പവറിന്, ആ യഥാർത്ഥ പവറിൽ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ അൾട്ടിമേറ്റ് ലക്ഷ്യം വെക്കാനുള്ളത്. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഒരു മനുഷ്യനോടും ജീവിതത്തിൽ ഒരു തരത്തിലുള്ള വിരോധമോ വിഷമമോ ഒന്നും മുൻകാല അവർ നമുക്ക് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളെ കുറിച്ചൊന്നും അവർക്കുള്ള സംഭവങ്ങളൊന്നും മനസ്സിൽ വെക്കാതെ സകലർക്കും നമ്മൾ മാപ്പ് കൊടുക്കാനും അവരോട് ഫർഗീവ് ചെയ്യാനും നമ്മൾ പൂർണ്ണമായിട്ടും മാപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, മനസ്സ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ, നമുക്കിനി എത്ര ശരീരത്തിന്റെ ബുദ്ധിമുട്ടേറിയ സമയത്തായാലും കൂടി തന്നെ നമുക്ക് ഒരിക്കലും ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട് അവരെ കുറിച്ച് വരില്ല, ഉറപ്പാണ്. കാരണം പറഞ്ഞാൽ അവരെ കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമുക്ക് സ്നേഹം തോന്നുന്ന രീതിയിൽ അവർക്ക് നമ്മൾ ഫർഗീവ് ചെയ്യണം. അതിനാണ് നേരത്തെ തന്നിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിന്റെ മെഡിറ്റേഷനിൽ, അഫർമേഷനിൽ പറഞ്ഞൊരു അതാണ്, ജീവിതത്തിന്റെ ഏത് മുഖത്തെയും ഏത്
ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ള ഏതൊരു വിഷയത്തെയും നമ്മൾ എന്ത് ചെയ്യണം, നന്ദിയോടുകൂടി തന്നെയാണ് ഞാൻ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അത് ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നായിരിക്കും. പക്ഷെ അത് നമ്മൾ അത് ഓർത്ത് അത് ആ ഒരു സാഹചര്യം നമുക്ക് അപ്പൊ തന്നത് കൊണ്ട് നമുക്ക് മനസ്സിൽ കുറെ കരുത്ത് കിട്ടിയതായിട്ട് നമുക്ക് കുറെ പാഠങ്ങൾ നമ്മൾ പഠിച്ചു, ജീവിത പാഠങ്ങൾ നമ്മൾ പഠിച്ചു, കുറെ കരുത്ത് ലഭിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ഓർത്താൽ നമുക്ക് മനസ്സിലാകും. അപ്പൊ അതൊക്കെ അതുകൊണ്ട് നമ്മൾ അതിനൊരു നിമിത്തമായി മാത്രമാണ് അവർ വന്നത് എന്നൊക്കെ നമ്മൾ സ്വയം വിശ്വസിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മളെ അവർക്കെല്ലാം നമ്മൾ ഫർഗീവ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാലത്തും അവരുടെ അടിമയായിട്ട് ആകുന്നത് പോലും തുല്യമല്ലേ. ഇപ്പൊ നമുക്കൊരു ശാരീരിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മനസ്സിന് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പഴയ ആളുകൾ നമ്മളെ മനസ്സിലേക്ക് എറിയും, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവർ നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ്. അത് സത്യത്തിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മൾ സഹിക്കേണ്ടി വരും. അതേസമയം നമ്മൾ ഇത് അവർക്ക് പൂർണ്ണമായിട്ട് ഫർഗീവ് ചെയ്താൽ നമ്മൾ അവരിൽ നിന്നെല്ലാം സ്വതന്ത്രമായി നമ്മൾ ഫ്രീ ആവുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്നത്. സാറേ, അവര് ഒരു സമയത്ത് നമ്മൾക്ക് ഏറ്റവും നന്നായി ഇടപെട്ടുകൊണ്ടിരുന്നു. ഇടയ്ക്കൊരു ഘട്ടത്തിൽ അവരെല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്ത് മാറിപ്പോയവരാണ്. അപ്പൊ അവരുടെ സ്നേഹമാണ് നമ്മൾ ഈ വൈബ് താഴുന്ന സമയത്ത് നമുക്ക് ആ സ്നേഹമാണ് നമുക്ക് ആ സമയത്ത് നമുക്കൊരു വിഷമമായിട്ട് വരുന്നത്. കുഴപ്പമില്ല, അത് നന്നായിട്ട് ഫർഗീവ് ചെയ്താൽ മതി. അത് ഒരിക്കലും നമ്മൾ ഈ പറഞ്ഞതുപോലെ അവര് എന്താണ് അവരുടെ സ്നേഹമാണ് എങ്ങനെയാണെന്ന് പറയും. അവരുടെ സ്നേഹം, അത് അന്ന് കിട്ടിയിരുന്ന സ്നേഹം അതേ അളവിൽ നമ്മള് അതൊരു എന്താ പറയുക, അതൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്ത് വിഷമിക്കും. ഇല്ല, അത് ആ സമയത്തുണ്ടായിരുന്ന ഇത് മാത്രം കണക്കാക്കി. എന്നാൽ പൂർണ്ണമായിട്ടും ഇപ്പോഴിപ്പോ അവരോട് വിരോധം ഉണ്ട് അങ്ങനെ ഒന്നും കണക്കാക്കേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ടും അവർക്ക് ഫർഗീവ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. ഓക്കെ, പൂർണ്ണമായിട്ടും ക്ഷമിക്കുവാൻ വേണ്ടി. ഇല്ല, നമുക്ക് ഇന്ന് സമയം, നമുക്ക് അടുത്ത ആഴ്ച ചോദിക്കുമോ? ശരി സാർ, നമുക്ക് അടുത്ത ആഴ്ച കാണാം കേട്ടോ. ലേറ്റ് ആയി. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. Thank you, sir. Okay, sir. Thank you. Thank you, sir. Thank you. കോഴ്സിനെ കുറിച്ച് താങ്ക് യു സർ. പ്രദീപ്, കോഴ്സ് താങ്ക് യു സർ. താങ്ക് യു. കോഴ്സിനെ കുറിച്ച് പറയാം. ഇനിയിപ്പോ എന്താണ്, കോഴ്സ് ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാം ഡീറ്റെയിൽസ് അല്ലേ, വീഡിയോ തന്നെ ഇടാം. അതിപ്പം പ്രദീപിനൊന്നും ഇല്ല, പ്രദീപിന്റെ നമ്പർ ഒന്ന് ഗ്രൂപ്പിനൊന്നുകൂടെ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. ഈ പ്രദീപിന്റെ നമ്പർ ഗ്രൂപ്പിലുണ്ട്. കോഴ്സിനെ കുറിച്ച് അറിയാതെ പ്രദീപിനെ നേരത്തെ പ്രദീപ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. താങ്ക് യു സോ മച്ച്. Okay, sir. Thank you. Thank you.